നമ്മുടെ ഹന്നക്കുട്ടിയാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ടുള്ളത്. ഹന്ന മാത്രമല്ല, ഹന്നയുടെ പിതാവ് വാപ്പ സലീമും നമുക്കിപ്പോൾ ഉണ്ട്. സലീം കോടത്തൂരുണ്ട്. സലീമിനെയും നന്നായി പ്രേക്ഷകർക്ക് അറിയാവുന്ന ഏറ്റവും മികച്ച ഒരു മാപ്പിളപ്പാട്ട് ഗായകനാണ്. ഒരു ഗായകൻ എന്ന നിലയിൽ അദ്ദേഹം മലയാളിക്ക് മുമ്പിൽ സുപരിചിതനാണ്. ഹന്നമോളെ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്, രണ്ടുപേരും രാവിലെ ഉഷാറായിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, മോള് കേൾക്കുന്നുണ്ടോ? ഇന്ന് നേരത്തെ അല്ലേ, അല്ലപോലെ എല്ലാക്കാൾ കാലത്തല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. ആണോ? നല്ല ഉടുപ്പ്, നല്ല രസമുണ്ട് കേട്ടോ. ഹായ്. ആ, താങ്ക് യു. നല്ല മാല. ഹായ്. ഇന്ന് സ്കൂളില്ലല്ലോ അല്ലേ? ഉണ്ടോ? ആ, ഇല്ല. ആ, ഓക്കെ. അപ്പം വളരെ ഹാപ്പിയായി രാവിലെ ഇരിക്കുക അല്ലേ? എന്താ മോളെ? ആ, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മോളുടെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. ആ, ഓക്കെ. ഒരു പാട്ട് പാടിത്തരുവോ? രണ്ടുപേരും മതി. പാടിക്കൊടുത്താ അന്ന് മറന്നു പോയി, പേടിച്ച് മറന്നു പോയെന്നുള്ളത്. വെണ്ണിലാ ചന്ദ്രക്കിടം തന്നെ പാടിക്കൊടുത്തു. ഹായ്, നന്നായിട്ടുണ്ട്. അന്ന് ഇടയ്ക്ക് ആ ഫംഗ്ഷനിൽ സത്യത്തിൽ ഇടയ്ക്കൊന്ന് മറന്നുപോയി അല്ലേ സലീം? മോൾ ഇടയ്ക്കൊന്ന് മറന്നുപോയി പാട്ട് അല്ലേ? പക്ഷെ ഇന്ന് ഗംഭീരായി. അതെ, മമ്മൂക്കയ്ക്ക് മുമ്പിൽ ഒന്ന് പാടിയ ടെൻഷനായിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു മോളോട്, എന്താ മോള് പാട്ട് മറന്നു എന്ന് ചോദിച്ചു. പറഞ്ഞ് ഉപ്പച്ചിക്ക് തന്നെ ഇപ്പൊ മമ്മൂക്കാടെ മുമ്പിൽ വിറച്ചിരിക്കുന്നു. പാട്ട് ഉപ്പച്ചിക്ക് വിറയലാണോ ആരാധനയാണോ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് മമ്മൂക്കയുടെ അടുത്ത് നിന്നപ്പോൾ എന്നുള്ളത് ഞാൻ കണ്ടതാണ്. അതിലേക്ക് ഞാൻ വരാം. വേറൊരു കാര്യം സലീം, പക്ഷേ ഞാനന്ന് ശ്രദ്ധിച്ചത് മോളിത് പാടുമ്പോൾ ഉണ്ടല്ലോ, മമ്മൂക്കയ്ക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം നിങ്ങളത് കാണുന്നില്ലല്ലോ, നിങ്ങൾ അദ്ദേഹത്തിന് അടുത്ത് നിൽക്കല്ലേ, ഫ്രണ്ടിലിരിക്കുന്നത് ഞാനത് കാണുന്നുണ്ട്. കാരണം ഒരിക്കലും വെണ്ണിലാ ചന്ദനക്കിണ്ണം പോലെ അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാലത്തെ ഏറ്റവും ഇഷ്ടത്തോടെ ഇന്നും മലയാളികൾ ഓർക്കുന്ന ഒരു നല്ല പാട്ട് ഒരു സിനിമയിൽ, അഴകിയ രാവണനിൽ ആ പാട്ട് പാടും. ആ സെലക്ഷൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ വല്ലാതെ സർപ്രൈസ് ചെയ്യിച്ചു. അത് ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ ഫസ്റ്റ് റിയാക്ഷൻ നല്ല രസമായിരുന്നു സലീം. മോളുടെ ചോയ്സ്, നിങ്ങൾ രണ്ടുപേരുടെയും ചോയ്സ് നന്നായി ആ പാട്ട്. അതെ, തീർച്ചയായിട്ടും. കാരണം ഞാനും അതിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ അത് കേട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ മോൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അത്രയും വലിയൊരു വേദിയിൽ ആദ്യമായിട്ടാണല്ലോ, പ്രത്യേകിച്ച് മമ്മൂക്കയോടൊപ്പം. എൻ്റെ മകൾ ചോദിച്ചത് ഒരു സത്യമായ കാര്യമാണ്. ബാപ്പച്ചി എന്നെ വിറച്ചു പോയിട്ടുണ്ട്, അതിലപ്പുറം അല്ലല്ലോ ഞാൻ പാട്ട് മറന്നുപോയെന്ന് ചോദിച്ചപ്പോഴും അത് വലിയ സന്തോഷമാണ് തോന്നിയത്. കാരണം അത്രയും സമയം മമ്മൂക്കയോടൊപ്പം നിൽക്കുന്നത് തന്നെ എങ്ങനെയെന്ന് അറിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്ക് ഞാനൊക്കെ ഒന്ന് ഓളായി കഴിഞ്ഞത്. എന്ത് അന്ന് മമ്മൂക്കയെ കണ്ടിട്ട് എന്താ വിളിക്കുന്നത്? മമ്മൂക്കാന്ന് തന്നെയാണോ വിളിക്കുന്നത് മോള്? മോള് വിളിക്കുന്നത് എങ്ങനെയാ? അതെ, നമുക്കെല്ലാവർക്കും അതെ, മമ്മൂക്കാന്ന് തന്നെ വിളിക്കാറ്. അതെ, മമ്മൂക്ക പറയാറുണ്ടല്ലോ, 4 വയസ്സ് ഒരു തിരിച്ചറിവായ പ്രായമായ ഒരു കുട്ടി മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും അദ്ദേഹം മമ്മൂക്കയാണ്. അപ്പോൾ ഹന്നമോൾക്കും എനിക്കും ഹന്നമോളുടെ വാപ്പായ്ക്കും എല്ലാം മമ്മൂക്കയാണ്. മമ്മൂക്കയെ കണ്ടതിനെക്കുറിച്ച് ഹന്നമോൾ എന്താ പറയുന്നത് ഞങ്ങളോട്? ഇഷ്ടമായോ? മമ്മൂക്കയെ കണ്ടതിനെ കുറിച്ചിട്ട്, മമ്മൂക്കയുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ടാണ് എല്ലാവരോടും വിവരിച്ചു കൊടുക്കുന്നത്. മമ്മൂക്കയെ ഇഷ്ടമായെന്ന് ചോദിക്കുന്നത്. മമ്മൂക്ക സൂപ്പർ അല്ലേ? മമ്മൂക്കനെ കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തമിഴ് പാട്ട്.
Mulusaw sa paso Nilinong pinyali kano Adako malipod sa ko Palilatilira Payasa pikada Katilarisara Katalikikada Omere kutamile Nunanumile Tenmoi Pungoli Pace Pose Esali Vanmani Paini ആയി ഇഷ്ടമായി കേട്ടോ. നല്ല പാട്ട് മോളെ. നമുക്ക് പാട്ടുപാടി വലിയ പാട്ടുകാരനായ വാപ്പായെ തോൽപ്പിക്കണ്ടേ? പറയൂ. അങ്ങനെ ഒരു അതെ, ഞാൻ പറയുമ്പോ കോമ്പറ്റീഷൻ ഉണ്ടോ സലീം വീട്ടില്? നീയാണ് എന്നൊക്കെ പറയുമ്പോ അറിയില്ല. അതെ അതെ മൻ സലീം, വീട്ടിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ? അവളെപ്പോഴും ഞാൻ പറയൂ ഇല്ല ഒരിക്കലും ഇല്ല. കാരണം മകന് നന്നായി പാടുന്ന ആളാണ്, എൻ്റെ മകൻ കുഴപ്പമില്ലാതെ പാടുന്ന ഒരാളാണ്. അപ്പോൾ ഇവളോട് ഞാൻ ചില വേദികളിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ അന്നമോളുടെ ഉപ്പയായിട്ട് അറിയപ്പെടാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ പറയും എന്നോട്. പിന്നെ ആ വേദിയിൽ നിന്ന് ഇറങ്ങിയാൽ എന്നോട് വണ്ടിയിലൊക്കെ നിന്നൊക്കെ ചോദിക്കും, ഉപ്പച്ചി എന്തിനാ അങ്ങനെ പറഞ്ഞേ, എനിക്ക് ഉപ്പാടെ മോളായാൽ മതി, അപ്പോൾ ഉപ്പാടെ പേരിൽ തന്നെ അറിയപ്പെട്ടാൽ മതി എന്ന് അവള് പറയും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന അന്നമോളുടെ ഉപ്പയായിട്ട് അറിയപ്പെടാനാണ്. അപ്പോൾ അത് തിരിച്ചെടുത്ത ആൾ പറയാറുണ്ട്. മോളെ, പിന്നെ ഇക്കായും ഇത്തായും ഒക്കെ എണീറ്റോ? എണീറ്റോ? രാവിലെ ചായ കുടിച്ചോ? ചായയാണോ പാലാണോ? ആ, രാവിലെ എല്ലാം വളരെ ഉഷാറായിട്ട് അങ്ങനെ ഇരിക്കുക അല്ലേ? സലീം, ചായ അല്ലേ? ആ, ഓക്കെ, യെസ്. സലീം, സത്യത്തിൽ അന്നത്തെ ആ ചടങ്ങിൽ സലീം പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളൊക്കെ ഇങ്ങനെ വല്ലാതെ സത്യത്തിൽ വേദനിക്കുന്നു എന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. നിങ്ങൾ അവളെ ഇങ്ങനെ വളരെ സ്നേഹത്തോടൊരു മാലാഖയെ പോലെ കൈപിടിച്ചിങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ അവൾ മുമ്പിലും നിങ്ങൾ പിന്നിലുമാണ്. അതുപോലെയാണ് നിങ്ങൾ പോകുന്നത്. അതുതന്നെയാണ് സത്യത്തിൽ ഒരു സമൂഹത്തിന് നൽകുന്നൊരു വലിയ സന്ദേശം, ഒരു വലിയ സ്നേഹവും നിങ്ങളോടൊക്കെയുള്ള വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ അതുതന്നെയാണ്. നിങ്ങൾ പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്, മകളുടെ അച്ഛനായി അറിയപ്പെടുക എന്ന നിലയിലേക്ക് നിങ്ങൾ മാറിയൊരു മാറ്റമുണ്ട്. നിങ്ങൾ അനുഭവിച്ച് കടന്നു വന്ന വർഷങ്ങളുടെ ഒരു അനുഭവമുണ്ട്. അവൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആ സ്റ്റോറിയിൽ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു കടന്നു വന്ന ലൈഫിനെക്കുറിച്ച്, നിങ്ങളതിലേക്ക് പരുവപ്പെട്ടതിനെക്കുറിച്ച് ഒന്ന് അത് സത്യത്തിൽ സമൂഹത്തിന് കുറേ കൂടി കരുത്ത് പകരുന്നതാണ്. കുറേ കൂടി ഇത്തരം അവസരങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ ഒന്നൊന്ന് നിവർന്നു നിൽക്കാൻ പറ്റുന്നതാവും ഒരുപക്ഷെ സലീമിൻ്റെ വാക്കുകൾ. ആ നിലയിൽ ആ കഴിഞ്ഞ വർഷങ്ങളെ ഒന്ന് ഓർത്തെടുക്കാമോ? ഞാൻ മകളായതിനു ശേഷം കുറച്ചു കാലം നന്നായിട്ട് കെയർ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളെ വീട്ടിലെപ്പോഴും ഗസ്റ്റുകൾ ഉണ്ടാകും. എന്നെ കാണാൻ വരുന്ന ഗസ്റ്റുകൾ എപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവരുടെ ഇടയിലേക്ക് ആദ്യം മകളെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ സഹതാപത്തിന്, ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, ഈ സഹതാപത്തിന് എപ്പോഴും പ്രകാശത്തേക്കാൾ വേദനയായിരുന്നു. ആ വേഗത ഭയങ്കരമാണ്. പ്രകാശത്തേക്കാൾ ഇരട്ടി വേഗതയാണ് ശരിക്കും സഹതാപത്തോട് കൂടിയിട്ടുള്ള നോട്ടം എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ചടങ്ങിൽ പങ്കെടുക്കുക, അതല്ലെങ്കിൽ ഒരു പുറത്തൊരു ഷോപ്പിൽ പർച്ചേസിങ്ങിന് പോകുക, അങ്ങനെയുള്ളൊക്കെ അവസ്ഥയിൽ ആളുകൾ സഹതാപത്തോട്, അത് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നിഷ്കളങ്കരാണ്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എന്നും ഈ ഒരു സഹതാപത്തിൻ്റെ നോട്ടം ഭയന്നുകൊണ്ട് മകളെ ഉള്ളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നാളെ ഇതിനേക്കാൾ വലിയൊരു സഹതാപത്തിലൂടെയാവും അവൾ ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിരന്തരം സമൂഹത്തിൻ്റെ ഇടയിലേക്ക് മകളെ ഇറക്കിക്കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചത്. അതിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില കല്യാണത്തിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സഹതാപത്തോട് ചില ആളുകൾ ഇവളെ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചൂണ്ടിയിട്ടൊക്കെ കാണിച്ചു കൊടുക്കുക, ആ കുട്ടിയെ നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ കഴിക്കുന്ന ഭക്ഷണം പാതി വഴിയിലൊക്കെ ഉപേക്ഷിച്ചിട്ട്
നമ്മളെ വിശപ്പ് മുറിയാതെ തന്നെ നമ്മൾ ഇറങ്ങി വരേണ്ട അവസ്ഥകളൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് സഹതാപമില്ലാതെ എൻ്റെ മകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു ഊർജ്ജം വേണമെന്ന്. അത് പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നിരന്തരം ആദ്യമായിട്ട് ഞാൻ FBയിലൊക്കെ ഇടയ്ക്ക് മകളുടെ ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യും. തരത്തിലുള്ള ചോദ്യങ്ങളും ഒക്കെ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ അന്ന് ആ വേദിയിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ ഒരിക്കലും ഞങ്ങളെ ഫാമിലിയോ ഒരിക്കലും മകളെ ഓർത്ത് സങ്കടപ്പെട്ടില്ല. അവളെ ഓരോ നീക്കങ്ങളും ഓരോ ചലനങ്ങളും അതുപോലെ തന്നെ ഓരോ ദിവസത്തെ അവളുടെ വളർച്ചയും അതും നോക്കിക്കണ്ട് സന്തോഷിക്കുകയായിരുന്നു ഞങ്ങളെപ്പോഴും അവൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് മാത്രമാണ് ഞാനൊക്കെ നോക്കാൻ ശ്രമിച്ചത്. എൻ്റെ കുടുംബം, ഫാമിലി എല്ലാവരും ഒരിക്കലും അവളെ ഒരു കുറവുണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അപ്പോൾ അവൾക്ക് എന്തൊക്കെ മികവുകളുണ്ട് എന്ന് നോക്കിയാൽ, കാരണം നമുക്ക് ഒരുപാട് നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെടുന്നത് തന്നെ നമ്മളെ സങ്കടങ്ങളിലേക്ക് നോക്കുക. അപ്പോൾ അനുഗ്രഹങ്ങൾ ഒരുപാടുള്ളപ്പോൾ നമ്മൾ എന്തിന് നമ്മുടെ സങ്കടങ്ങളിലേക്ക് ചകഞ്ഞെടുത്ത് സങ്കടത്തെ നോക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആളുകളുടെ ഈ ചോദ്യങ്ങൾ ഭയന്നുകൊണ്ട് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാതിരുന്നെങ്കിലും ഇതുപോലെ തന്നെ സഹതാപത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ പിന്നീട് ഞാൻ ആദ്യം മാസത്തിലൊരിക്കൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ പിന്നെ ഞാൻ അത് 2 ആഴ്ച വിടുമ്പോഴേക്കും അങ്ങനെ പിന്നെ അടുപ്പിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു 8 വയസ്സിൻ്റെ ഒരു പിറന്നാളിന് ഞാൻ എഴുതി, ഞാൻ മറ്റുള്ള ആളുകൾ എല്ലാവരും എനിക്ക് തന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴും സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ സമൂഹം ഒരിക്കലും ചെറിയ കുറവുകളുള്ള കുട്ടികളെ മാറ്റി നിർത്തുന്നൊന്നുമില്ല. കാരണം മലയാളികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകളെ അടുപ്പിച്ച് പിടിക്കുന്ന ആളുകളാണ്, ചേർത്ത് പിടിക്കുന്ന ആളുകളാണ്. പക്ഷേ പലപ്പോഴും ഈ സഹതാപത്തോടു കൂടിയുള്ള നോട്ടമാവും എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകും. കുറവുകളുള്ള മക്കളാണെങ്കിലും സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരണം, എപ്പോഴും അവരെ പൊതുജന മധ്യത്തിലും ചടങ്ങുകളിലൊക്കെ പങ്കെടുപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള മാതാപിതാക്കൾ തന്നെ. പക്ഷേ അവരെ അതിന് ഒരു തടസ്സമായിട്ട് അവർ കരുതുന്നത് ഈ സഹതാപത്തോട് കൂടിയിട്ടുള്ള നോട്ടമാണ്. ആ നോട്ടമുള്ളത് അവരുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ, നമ്മളെപ്പോഴും പറയാറില്ല, നമ്മളൊരു കുളത്തിലേക്ക് കല്ലെടുത്ത് എറിയുന്ന സമയത്ത് അല്ലെങ്കിൽ കായലിൽ കല്ലെറിയുമ്പോൾ ആ കല്ല് എത്രത്തോളം ആഴത്തിലേക്ക് പതിക്കുന്നെന്ന് ആ കല്ലിന് മാത്രം അറിയുമെന്ന് പറയുന്ന പോലെ തന്നെ ആ സഹതാപത്തോടു കൂടിയുള്ള നോട്ടം കാണുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിൽ എത്രത്തോളം വേദന ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പോൾ അത് ഭയന്നത് കൊണ്ടാണ് പല ആളുകളും മക്കളെ അങ്ങനെ മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മലയാളി സമൂഹത്തിൽ ഒരിക്കലും ഒരു കുറവുകളുള്ള കുട്ടികളെയും മാറ്റി നിർത്തുന്നില്ല, ചേർത്ത് പിടിക്കാനാണ് ഇഷ്ടം. പിന്നെ നിഷ്കളങ്കരായതുകൊണ്ട് അവർക്ക് ചില അവസ്ഥകൾ കാണുമ്പോൾ സങ്കടപ്പെടുന്നത് അത് സലിം ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ അവരുടെ ന്യായമായി തോന്നാവുന്ന ഒരു പ്രയാസമൊക്കെ മാറ്റിവെച്ച് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആവേശവും ഒരു എനർജി നിങ്ങൾ വല്ലാതെ കൊടുക്കുന്നുണ്ട്. ഉപ്പയുടെ മോളായാൽ മതി എന്ന് മോള് പറയുന്നു. അത് ആ കുഞ്ഞു മനസ്സിൻ്റെ നന്മയാണ്. അവളും അത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കൊടുക്കുന്ന ഒരു കരുത്തുണ്ടല്ലോ, ഒരു സപ്പോർട്ടുണ്ടല്ലോ. അവളും മോളും വല്ലാതെ നല്ലൊരു ആത്മവിശ്വാസത്തിലേക്ക് ഒരുപാട് നന്നായി മാറിയതായി തോന്നിയിട്ടുണ്ടോ, അനുഭവപ്പെടുന്നു? സ്വാഭാവികമായി ഉണ്ടാകും. അതെങ്ങനെയാണ് ഒരു പിതാവെന്ന നിലയിൽ ഫീൽ ചെയ്തിട്ടുള്ളത്? ഹന്നമോളുടെ ആത്മവിശ്വാസം ഉയർന്ന് അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെടുന്നത് ഫീൽ ചെയ്തത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. കാരണം ആളുകൾക്കിടയിൽ ആളുകളോട് അവൾ കുറച്ച് ആദ്യത്തിലൊരു ചമ്മലിൽ നിൽക്കുമ്പോൾ പിന്നീട് അവൾ ബിഹേവ് ചെയ്യുന്നത് തന്നെ അതിലുള്ളൊരു വലിയൊരു ചേഞ്ചാണ്. പിന്നെ ആളുകൾക്കിടയിൽ ചെല്ലുന്ന സമയത്തും അവളിപ്പോൾ കാണിക്കുന്നതും പിന്നെ അവളുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെയുള്ള മാറ്റങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ ഈ ചില സമയത്തൊക്കെ ആളുകൾ ചോദിക്കുന്നത് സഹതാപത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഞാൻ സമൂഹത്തോട് അല്ലെങ്കിൽ ലോകത്തോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒന്ന് മാത്രം, ഞാനൊരിക്കലും ഒരു കുറവുകളുള്ള മകളെയല്ല സമൂഹത്തിന് പരിചയപ്പെടുത്തിയത്. എൻ്റെ മകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളാണ് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഞാൻ വെക്കാൻ ശ്രമിച്ചത്. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. ഇന്ന് അന്നമോളെ ആരും ഒരു കുറവുകളുള്ള മകളായിട്ട് കാണുന്നില്ല. എല്ലാവരും ഒരുപാട് കഴിവുകളുള്ള മകളായിട്ട്, ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ആളുകൾ ലാളിക്കുന്ന ഒരു മകളായിട്ടാണ് ഇന്ന് എല്ലാവരും കാണുന്നത്. ആരും ഇന്ന് സഹതാപത്തോടെ കൂടിയിട്ട് അന്നമോളെ കാണുന്നില്ല എന്നുള്ളതാണ്. മാതൃകയാക്കാം എന്നുള്ളതാണ്. കാരണം അന്നമോളുടെ പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ് ആളുകൾക്ക്, വലിയ തോതിൽ. ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ഒരാൾ ചോദിച്ചിരിക്കുകയാണ്, വൈറലായ പാട്ടൊന്ന് പാടിക്കാമോ എന്ന്
ചോദിച്ചിട്ടുണ്ട്. ഞാൻ സലീം, നിങ്ങൾ രണ്ടുപേരും ഹന്നമോളും വാപ്പായും കൂടി അതൊന്ന് സംസാരിക്കാം, വൈറലായ പാട്ടൊന്ന് പാടിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ഒരു കാര്യം കാണാം. ആ വേദിയിൽ ഇപ്പോൾ സലീം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം സംസാരിച്ച വാക്കുകൾ വളരെയധികം ആളുകളുടെ മനസ്സിലേക്ക് എത്തേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ അതൊന്ന് കണ്ടിട്ട് പ്രേക്ഷകരും അതൊന്ന് കാട്ടിയിട്ട് തിരിച്ചു വരാം. അപ്പോഴേക്കും നിങ്ങൾ ആ വൈറൽ പാട്ട് പാടാൻ ഹന്നമോൾ ഒന്ന് റെഡിയാവണേ. വേഗം വരാം. ഞാൻ ആ വേദിയിൽ പറഞ്ഞത് ആ വേദിയിൽ മാത്രം നിൽക്കേണ്ടതല്ല, അത് അന്നും അതിനുശേഷവും ഇപ്പോഴുമെല്ലാം ഞങ്ങളിങ്ങനെ പ്രേക്ഷകരിലേക്ക്, ലോകമെമ്പാടുമുള്ള മലയാളിക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്, കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ കൂടുതൽ കരുത്തോടെ അത്തരം അവസ്ഥയെ അതിജീവിക്കാനുള്ള ഒരു വലിയ പാഠം കൂടിയാണ് ആ കുടുംബം എന്നുള്ളത്. ഹന്നമോള് സൂപ്പറാണ് എന്ന് പറയുന്ന നമ്മുടെ ആളുകൾ അത്ര സ്നേഹവും സന്തോഷവും യൂട്യൂബ് ലൈവിലൊക്കെ കണ്ടുകൊണ്ട് നല്ല കമൻസ് സലീം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ആ വൈറൽ പാട്ടാണ്. സലീമിൻ്റെ പാട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, സലീം പാടണം. അതിനു മുമ്പ് മോളുടെ ആ വൈറൽ പാട്ടൊന്ന് കേൾക്കണം. ഓക്കെ. പാറി നടക്കുന്നു ചെന്നിടുമോ അവിടം ചെന്ന് മുത്തുഹബീബിനോടെൻ്റെ സലാം പറഞ്ഞിടുമോ ഇഷ്ടമോ ഒന്ന് മൊഴിഞ്ഞിടുമോ പാറി നടക്കും പ്രാവുകളെ പുണ്യമദീനയിൽ ചെന്നിടുമോ അവിടം ചെന്നൻ മുത്ത് ഹബീബിനോടെൻ്റെ സലാം പറഞ്ഞിടുമോ എന്നിഷ്ടം ഒന്ന് മൊഴിഞ്ഞിടുമോ. ദിവസത്തിൽ ഇന്നിനി പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞല്ലേ, ഞാനിനി ഒരു പണിക്കും പോകുന്നില്ല. ഇന്നത്തെ എൻ്റെ ദിവസം കംപ്ലീറ്റായി. കാരണം ഇതിനപ്പുറം ഇന്നിനി എൻ്റെ ജോലിയിൽ എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. അത്രമേൽ സന്തോഷത്തോടെയാണ് മലയാളികൾക്ക് മുമ്പിലേക്ക് ഞാൻ ഇവരെ ഈ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. സലീം, ഒരു കാര്യം, ഹന്നമോളുടെ ആദ്യ ഗാനം പ്ലീസ് ഒന്ന് പാടുമോ എന്ന് ചോദിക്കാം. എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ തുറന്നങ്ങനെ തന്നെ ചോദിക്കുന്നത്. അത് വേറൊരു പാട്ടാണോ അതോ ഇത് തന്നെയാണോ? ആദ്യ ഗാനമാണ് ഇപ്പോൾ ഹന്നമോൾ പാടിയത്. ഓക്കെ, ഇത് തന്നെയാണ്. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പാടിയപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് പശൂരി എന്ന് പറഞ്ഞ ഒരു പാട്ടായിരുന്നു. അതേതാണ്? കേൾക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഒന്ന് പാടും. പശൂരി ഒന്ന് പാടിക്കൊടുത്തു. ഓക്കെ, തീർച്ചയായിട്ടും പാടി. അല്ല സന്തോഷം മാത്രമേ ഉള്ളൂ. താങ്ക് യു. Algalava majnun aanu jaanu dipasangreena vegana bane hatere pegawa mapurino ana sayone yaya ilbanga vanga metakraya kaga politavudave baba kyode chorino ravan chapavan anuna kavaka mano narafte mere dole jadayare हबीब में होने हजारे दिल तेरा पूरा बिना रुकी. ഞങ്ങൾ അവിടെ ഹന്നമോളെ പരിചയപ്പെടുത്താൻ വേണ്ടി അന്ന് ആ വേദിയിലും ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ച ആ സ്റ്റോറിയിലും ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സലീം പറഞ്ഞത് അത് ദേശീയ മാധ്യമങ്ങൾ പോലും വാർത്തയായി രാജ്യത്താകെ എത്തിച്ചതാണ്, അല്ലെങ്കിൽ ലോകമെമ്പാടും എത്തിച്ചതാണ്. മലയാളിക്കും അപ്പുറം. ഞാൻ ശ്രദ്ധിച്ചത് അന്ന് മോള് കയറി വന്ന് അവാർഡ് വാങ്ങാൻ നേരത്ത് മമ്മൂക്കയുടെ കാലൊക്കെ തൊട്ട് തൊഴുത് തന്നെ വാങ്ങുന്നു. അതുപോലെ ഹന്നമോളെ അന്നത്തെ ആ ഉടുപ്പുണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൽ ഹന്നമോളെ കാണാൻ. ആ മാലാഖ ഉടുപ്പ്. ആ, ആരുടെ സെലക്ഷനാ അത്? ബർത്ത്ഡേ ഗിഫ്റ്റ് ആണോ? ഉപ്പയാണല്ലേ? അത് ശരി. അത് അവളെ ബർത്ത്ഡേയുടെ ഡ്രസ്സായിരുന്നു. ആണോ? ആ, അത് കഴിഞ്ഞ് പിന്നെ ഈ ഇതിനാണോ, ഈ ഫംഗ്ഷനാണോ ഇടുന്നേ? നല്ലതായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായി. ഒരുപാട് പേരത് പറയുന്നുണ്ടായിരുന്നു. മോൾക്ക് അവിടെ വന്ന് കൈയൊക്കെ തന്ന് മോളുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കുന്ന നല്ല മാലാഖ കുട്ടിയായിട്ട് അന്നത്തെ ഭയങ്കര ജോറായിരുന്നു കാണാൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.
അപ്പോൾ അതെ, എന്നോട് എനിക്കും വലിയ സന്തോഷം തോന്നിയതാണ്. കാരണം ഞാൻ അവിടെ വരുന്ന അന്നമോള് വന്ന സമയത്ത് സാറടക്കമുള്ളവർ തന്നൊരു സ്വീകരണം, കൈരളിയുടെ എല്ലാ ആളുകളും, എല്ലാ ഡയറക്ടർമാരായാലും ഒരാളും വിട്ടു പറയാനില്ല. എല്ലാവരും നമ്മളോട് കാണിച്ച ഒരു സ്നേഹം ഒക്കെ ഭയങ്കരമായിട്ട് അത് മനസ്സിൽ നിന്ന് ഒരിക്കലും നമുക്ക് മായ്ക്കാൻ കഴിയാത്ത ഓർമ്മകളായിരുന്നു അന്നത്തെ ഒരു ദിവസം മൊത്തം. അവിടെയുള്ള ആളുകളൊക്കെ അന്നമോളോട് കാണിച്ചപ്പോൾ അത്രത്തോളം അന്നമോളെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടെന്നറിയാം. ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിനിക്സ് അവാർഡ് കിട്ടി പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിലെ മലയാളത്തിലെ ഒട്ടുമുക്ക പേജുകളും നമ്മുടെ ഈ അവാർഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോസുകളും പോസ്റ്ററുകളും പോസ്റ്റ് ചെയ്തിരുന്നു. ഓരോ ആളുകളും അവരുടെ സ്വന്തം ആളുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇൻസ്റ്റയിലായാലും ടിക്ടോക്കിലായാലും സ്റ്റോറിയിലും റീൽസിലും എല്ലാം ഇടം പിടിച്ചിരുന്നത് കണ്ടപ്പോഴാണ് ഇത്രക്കധികം എന്നേക്കാൾ കൂടുതൽ അന്നമോളെ സ്നേഹിക്കുന്ന വലിയൊരു ജനസമൂഹം ഉണ്ടെന്ന് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഇന്നും അതിൻ്റെ ഓരോ ദിവസം ഓരോ സെക്കൻഡുകൾ വെച്ചിട്ട് ഞങ്ങൾക്ക് വരുന്ന മെസ്സേജുകളൊക്കെ അത്രക്കധികം മനസ്സിൽ വല്ലാതെ കുളിർമ നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോഴും അത് നിന്നിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആ സ്വപ്ന ലോകത്ത് തന്നെയാണ്, അവിടുന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഹാങ് ഓവർ അല്ലേ? വലിയ സന്തോഷമുണ്ട് കൈരളി. വല്ലാത്തൊരു ഹാങ് ഓവറാണ്. ശരിയാണ്. അതെ 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 അതെ. നമുക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞൊരു കാര്യം. എന്താണ് ഫ്രണ്ട്സ് പറഞ്ഞത്? എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം എൻ്റെ സുഹൃത്തുക്കൾ നീ പറഞ്ഞ നിൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞതിലപ്പുറം ഞങ്ങൾക്കും അവളും ഭാഗ്യമാണെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ മമ്മൂക്കയെ കാണാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒരു 3-4 മണിക്കൂർ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി അദ്ദേഹത്തെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല, ഒരു താരജാടയൊന്നും ഒരു പച്ചയായ മനുഷ്യനായിട്ട് ഒരു 3-4 മണിക്കൂറോളം ഞങ്ങൾക്ക് കൺമുമ്പിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതും അന്നമോളിലൂടെയല്ലേ. അപ്പോൾ ഞങ്ങളും ഭാഗ്യമുള്ളവരാണെന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സത്യത്തിൽ മോൾക്ക് കൊടുക്കാവുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് സത്യത്തിൽ, അല്ലേ? അങ്ങനെ കൂടി ഒരു വലിയ കാര്യമുണ്ട്. മോളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത് ഒരു ഫോട്ടോയോ ഒരു ആൽബം തന്നെയല്ലേ സലീം? ആ മൊമെൻ്റ് അത് അത്രമേൽ പകർത്തി വെച്ചിരിക്കുകയല്ലേ. ലൈഫ് ടൈം മെമ്മറിയാണല്ലോ. സലീം ഇത്രയും അതെ ഞങ്ങൾ ആ ടെൻഷനിൽ ഫോട്ടോ എടുക്കാനും മറന്നു. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ അവിടെ വീഡിയോസും ഫോട്ടോസ് സ്റ്റിൽ എടുക്കുന്നുണ്ട്. ഒരു സെൽഫി എടുക്കാൻ മറന്നു. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യമാണ്, അവർക്കൊരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത്രയും സമയം മമ്മൂക്കയെ നേരിട്ട് കണ്ട. എടുത്തു പറയേണ്ട കാര്യം, മമ്മൂക്ക എന്നോട് ചോദിക്കുകയാണ് വൈഫ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ വൈഫ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എന്നാൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വൈഫിനെ ഇങ്ങനെ മാടി വിളിക്കുന്ന സമയത്ത് മമ്മൂക്കയും കൂടെ നിന്ന് മാടി വിളിക്കുക. ഇന്ന് എവിടെ പോയാലും എല്ലാവരും അതിനെക്കുറിച്ച് എടുത്തു പറയുന്നു. കാരണം അത്ര ഓരോ സമയം ഓരോ സെക്കൻഡുകളും അത്രക്കധികം വിലപ്പെട്ട സമയമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം അവിടെ നിന്നിട്ട് എങ്ങനെയും നമ്മളൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ എങ്ങനെയെങ്കിലും ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേഗം പോകാനാണ് അവിടെ ശ്രമിക്കും. പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, അത് മമ്മൂക്കൊക്കെ അത് കഴിയുമെന്നൊക്കെ പല ആളുകൾ ഇപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ അതിനെക്കുറിച്ച് എടുത്തെല്ലാവരും പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ട് മമ്മൂക്ക വൈഫിനെ സ്റ്റേജിലേക്ക് വിളിച്ചാന്നൊക്കെ, അതും ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളതാണ്. അതെ, സത്യത്തിൽ ഈ സലീം പറഞ്ഞതൊക്കെ ഞാൻ മുമ്പിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. സലീമും മോളും കൂടി, ഹന്നമോളും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു. ഇപ്പുറത്ത് ജോൺ ബ്രിട്ടാസ് നിൽക്കുന്നു, അപ്പുറത്ത് മന്ത്രി നിൽക്കുന്നു, കൈരളിയുടെ മറ്റു ഡയറക്ടേഴ്സ് എല്ലാവരും നിൽക്കുന്നു, സംവിധായകൻ, തിരക്കഥാകൃത്ത്, അഭിനേതാവ് രഞ്ജി പണിക്കർ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നു. അദ്ദേഹം ജൂറി ചെയർമാൻ ആയിരുന്നു എന്ന് കൂടി പറയട്ടെ. ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് ഈ നിലയിൽ ആദരിക്കുന്നതിന് കൈരളി ചുമതലപ്പെടുത്തിയ അന്നത്തെ ജൂറിയുടെ ചെയർമാൻ കൂടി. അപ്പോൾ ഇവരെല്ലാം നിൽക്കുന്നിടത്തേക്കാണ് ഇവർ വരുന്നത്. വന്നിങ്ങനെ നിൽക്കുമ്പോൾ സലീമിനോട് പറഞ്ഞ പോലെ മമ്മൂക്ക ചോദിക്കുന്നുണ്ട് വൈഫില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പിന്നീട് അദ്ദേഹമാണ് കമാൻഡ് സ്റ്റേജ് കൊണ്ട് വരുന്നത്. നമുക്കേതായാലും ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഹന്നമോള് സ്റ്റേജിലേക്ക് വരുന്നു, ഹന്നമോളും വാപ്പായും കൂടി എത്തുന്നു, പിന്നാലെ ഉമ്മ എത്തുന്നു, അവാർഡ് വാങ്ങുന്നു എന്ന് വേണ്ട അതെല്ലാം നമുക്കൊന്ന് കാണാം. സലീം ഒന്നുകൂടി നമുക്കെല്ലാവർക്കും ഒന്നുകൂടി കാണാം. പുരസ്കാരം സമ്മാനിക്കുന്നത് പ്രിയങ്കരനായ നമ്മുടെ മമ്മൂക്ക.
കേക്കിൽ വേറൊരു കാര്യം കൂടി സലീം, ഒരു ഭയങ്കരമായി മോൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി കൊടുക്കുന്ന നിലയിലേക്ക് മോളെ അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ കൂടി അവിടേക്ക് വന്നിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ ഫർദർ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ തന്നെ വാർത്തകൾ വന്നതാണ്. പക്ഷേ എങ്കിലും നമുക്ക് അതുകൂടി ഒന്ന് കാണേണ്ടതാണ്. കാരണം ഹന്ന മോളോട് അത്രയും സ്നേഹത്തോടെ ആ വേദിയിലെത്തി, മോളുടെ അടുത്തെത്തി, മോൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തൊരു കാഴ്ച കൂടി നമ്മളൊക്കെ കണ്ടിരുന്നു. അത് നമുക്കൊന്നുകൂടി കാണാം അന്ന് അവിടെ നടന്നത്. എല്ലാം നല്ല നിമിഷങ്ങളായിരുന്നു അല്ലേ സലീം? ഒരുപാട് നല്ല പുതിയ പരിചയങ്ങൾ, ഒരുപാട് വേണ്ടപ്പെട്ട ആളുകൾ, ഒരുപാട് പേർ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയം അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മോൾക്ക് അതിനുശേഷം അതേക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? ആ ഗിഫ്റ്റിനെ കുറിച്ച് സാറ് ഞാനൊന്ന് എടുത്തു പറയട്ടെ. ആ ഗിഫ്റ്റിനെ കുറിച്ച് ഞാനൊന്ന് ആദ്യം ഒന്ന് എടുത്തു പറയട്ടെ. കാരണം അന്ന് അവിടെ കിട്ടിയ ആ ഗിഫ്റ്റ് അതിനൊരു 916 പരിശുദ്ധിയുണ്ട് സത്യത്തിൽ. കാരണം എന്താ വെച്ചാൽ അതൊരു പുതിയ ആഭരണം കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അത് അത്രമാത്രം ഒരു വലിയ ഗിഫ്റ്റായിട്ട് നമുക്ക് തോന്നില്ല. ഇത് ഒരാൾ ഉപയോഗിക്കുന്ന കയ്യിൽ നിന്ന് ഊരിത്തരുന്ന ഒരു ആഭരണം. അതൊരു പക്ഷേ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നതാവാം, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം. അത് ഊരി തരുമ്പോൾ ശോഭന ജോർജ് അവിടെ കാണിച്ച ആ ഒരു സംഭവം, അതും ഈ പറയുന്ന അതിന് ഒന്നും പറയാനില്ല. 916 അപ്പുറം പരിശുദ്ധി ഉണ്ട് സത്യത്തിൽ. അതെന്നും ഞങ്ങളൊരു ഒരിക്കലും അത് നഷ്ടപ്പെടുത്താതെ ഇപ്പോൾ ഈ കിട്ടിയ കൈരളിയുടെ അവാർഡ് പോലെ തന്നെ അത് കാത്തു സൂക്ഷിക്കുന്നതാണ്. ഏതായാലും ഇന്നെന്താണ് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വാപ്പായ്ക്കും മോൾക്കും എന്തൊക്കെയാണ് പരിപാടി? ഫാമിലി എല്ലാവരും വീട്ടിൽ തന്നെയാണോ അതോ പുറത്തോട്ടുണ്ടോ? ഞാൻ ഇന്ന് പ്രോഗ്രാമുണ്ട്, പിന്നെ നാളെ ഞാൻ മറ്റേ ദുബായിലും ഖത്തറിലൊക്കെ പ്രോഗ്രാമിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അന്നമോൾ ഇന്ന് സ്കൂളിലാത്ത കാരണം ഇന്ന് ഫാമിലിയോടൊക്കെ ഒന്നിച്ചൊന്ന് കറങ്ങാനുള്ളൊക്കെ പരിപാടിയാണ്. ഓ, ഇക്കായും ഇത്തായുമാണ് ഇന്നത്തെ അല്ലേ? അന്നമോളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ? പേര് പറയാമോ? അതെ പേര് പറഞ്ഞ ഫ്രണ്ട്സുകളുടെ പേര് പറഞ്ഞു. എല്ലാവരും ഷിഫയുടെ എല്ലാവരും പേര് പറയാൻ. ഷിഫ, പറഞ്ഞു. ഷിഫ, അറഫ, തറഫ, നെഹ്മ, വൈഗ, മിൻഹ, മഹരി, ദിൽന, കാർത്തിക, ഗൗരി. അന്നമോള് പെട്ടു, കാരണം എല്ലാവരുടെയും പേര് പറഞ്ഞില്ല, ഫ്രണ്ട്സ് പിണങ്ങുമല്ലോ. ഇനിയുണ്ടോ ആരെങ്കിലും? പറഞ്ഞോ. അവര് പറയില്ലേ എന്നിട്ടും എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് അന്നമോള് പറയില്ലേ? ഓക്കെ, മറന്നുപോയെന്ന് പറയല്ലേ. അപ്പോൾ ഒരുപാട് നല്ല കൂട്ടുകാരുണ്ടല്ലേ? ഒരുപാട് നല്ല കൂട്ടുകാരുമൊക്കെ ആയിട്ട് രസിച്ച് ചിരിച്ച് കളിച്ച് പഠിച്ച് ഇക്കായോടും ഇത്തായോടും ഒപ്പം പാടി ഡാൻസ് ചെയ്ത് അവരോട് വഴക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ അടിപൊളിയാവണേ. ശരി. പിന്നെ ദാ സലീം, ഇത് എൻ്റെ പ്രൊഡക്ഷൻ റൂമിൽ നിന്ന് എൻ്റെ സഹപ്രവർത്തകർ പറയാണ് സലീമിക്കായെ കൊണ്ടൊരു പാട്ട് പാടിക്കണേന്ന്. അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. സന്തോഷം. ഓക്കെ തീർച്ചയായിട്ടും. അപ്പോൾ വലിയ സന്തോഷമാണ്. ഇപ്പോൾ മകള് ആദ്യമായിട്ടാണ് ഒരു മീഡിയ കുമ്പിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അവളെ ഒരേ നിമിഷവും സലീം നമ്മൾക്കൊക്കെയാണ് കുറവ്. ആദ്യമായിട്ട് മീഡിയക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന അന്ന് മമ്മൂക്ക പറഞ്ഞില്ലേ നമ്മളാണ് ഭിന്നശേഷിക്കാർ. പാടിയ എൻ്റെ തുടക്കകാലത്ത് പാടിയ ഒരു പാട്ട് തന്നെ. ഓക്കെ, പാടിക്കോളൂ. അതെ തീർച്ചയായിട്ടും. നമ്മുടെ അപ്പോൾ അവിടെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് എൻ്റെ തുടക്കകാലത്ത് ഞാൻ പാടിയൊരു പാട്ട്. മനസ്സിൻ്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കഥ പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട്, നാണത്താൽ ചിരിതൂകും സുന്ദരിയായ മോളാണ്, കിന്നാര കഥ പറയാൻ
കൂട്ടുവന്നൊരു പെണ്ണാണ്, മനസ്സിൻ്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കഥ പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട്. പാട്ട് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്നറിയോ? ഈ സലിം ഏത് പാട്ടായിരിക്കും ഏറ്റവും അധികം പാടി ഹന്നമോളെ തോളിൽ കിടത്തി പാടിയിട്ടുള്ളത് എന്നാണ് ഞാൻ ഓർത്തത്. ആ പാട്ട് വേറൊന്നാണെങ്കിൽ ആ പാട്ട് കൂടി കേൾക്കണം. പിന്നെ ഞാൻ ഈ മനസ്സിൻ്റെ മണിയറ എന്നായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഹന്നമോൾക്ക് പാടി കൊടുക്കുന്ന പാട്ടാണ് അന്ന് ബ്രിട്ടാസ് ചേട്ടൻ അന്ന് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാടിയ പാട്ട്. വേറെന്താ പറയേണ്ടത് എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നിർത്താം. ഒരുപാട് സന്തോഷം സലീം. ഹന്നമോളെ ടാറ്റ. ഓക്കെ, തീർച്ചയായിട്ടും ഓക്കെ ടാറ്റ. ഓക്കെ ബൈ. ശരി, കാണാം സലീം. താങ്ക് യു.